പ്രകാശിക്കണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ അവർക്ക് കണ്ണുനീരിൻ്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു. അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ഈ ദേശത്ത് പടർന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലുകളെ നദി വരെയും നീട്ടിയിരിക്കുന്നു. കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. നമുക്ക് ചേർന്ന് വായിക്കാം. നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയതയെയും പാലിക്കണമേ. അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിൻ്റെ ഭത്സനത്താൽ അവർ നശിച്ച് പോകുന്നു. നിന്റെ കൈ നിന്റെ വലതുഭാഗത്തെ പുരുഷൻ്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രൻ്റെ മേൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല. ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദൈവവചനഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിപ്പാൻ ദൈവം നമ്മെ സഹായിച്ച ദൈവകൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവഭൃത്യന്മാർക്കും ദൈവസഭയ്ക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ സമയത്തെ ആമേൻ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആസാഫിൻ്റെ സാരസ സാക്ഷ്യം എന്ന രാഗത്തിൽ ഉള്ള ഒരു സങ്കീർത്തനം ആണ് ഇത് എന്ന് നമ്മളതിൻ്റെ ഹെഡ്ലൈനിൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്കിത് പ്രാർത്ഥന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ സങ്കീർത്തനം ആസാഫ് പാടി മുന്നോട്ട് വരുമ്പോൾ ഒരു പ്രാർത്ഥന പോലെയാണിത് വന്ന് പര്യവസാനിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു ടോട്ടൽ സമ്മറി എന്നുള്ളത് അതിൻ്റെ അവസാന വേദഭാഗത്തും അതുപോലെ അതിൻ്റെ 3-ാം വാക്യത്തിലും പിന്നീട് അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ സാരാംശം അവിടെ തന്നെ പറയുന്നുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. 2-3 ഭാഗങ്ങളിലായിട്ടത് എടുത്ത് കാണിക്കുന്നുണ്ട്. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. സ്ഥാനം തെറ്റിക്കിടക്കുന്ന ഒരു വസ്തുവാണ് യഥാസ്ഥാനപ്പെട്ടു വരേണ്ടതല്ലേ. സ്ഥാനഭ്രംശം സംഭവിച്ചതാണ് പൂർവ്വസ്ഥലത്ത് വരേണ്ടത്. കൂരിരുട്ടുള്ള സ്ഥലത്താണ് പ്രകാശവും വേണ്ടത്. ഇത് രണ്ടും ക്ലിയർ ആകുമ്പോൾ ആമേൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. ഇരുട്ട് മാറിപ്പോകുമ്പോൾ, സ്ഥാനഭ്രംശം നീങ്ങി സ്ഥാനത്ത് കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. ആത്മീയ അന്ധത നീങ്ങുമ്പോൾ ദൈവിക പ്രകാശം പരിശുദ്ധാത്മാവിനാൽ നാം പ്രാപിക്കപ്പെടും. ആമേൻ. സ്ഥാന മാറ്റം സംഭവിക്കുന്ന സ്ഥലത്ത് ആമേൻ യഥാസ്ഥാനപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. എവിടാണ് നാം വീണുപോയത് അത് മനസ്സിലാക്കി രൂപാന്തരപ്പെട്ട് പൂർവാവസ്ഥയിലേക്ക് കടന്നു വരണമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ദേവദാസൻ വിളിച്ചറിയിക്കുന്നുണ്ട്. നീ എവിടെ വീണിരിക്കുന്നു എന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നാണ് തിരുവൻ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കുക, ഇതിൻ്റെ 1-2 വേദഭാഗങ്ങൾ ഒന്ന് വേഗത്തിൽ നമുക്ക് നോക്കാം. അതിൻ്റെ 1-ാമത്തെ വേദഭാഗം 1 ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി
ഇസ്രായേലിൻ്റെ ഇടയനായുള്ളോവേ ചെവിക്കൊള്ളണമേ. കെരൂബുകളിൽ മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. നമുക്ക് എവിടുന്ന പ്രകാശം വരേണ്ടത്? കെരൂബുകളിൽ മേൽ അധിവസിക്കുന്ന ദൈവം. കെരൂബിനെ കുറിച്ച് ബൈബിളിൽ നമുക്ക് പെട്ടെന്ന് കാണുന്നുണ്ട്. ആദാമിനെയും ഹവ്വായെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ആമേൻ തിരിഞ്ഞു ചുറ്റുന്ന വാളുള്ള വായ്ത്തലയുള്ള 2 കെരൂബുകളെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അവിടെ നമ്മൾ കെരൂബുകളെ കാണുന്നു. നോക്കുക ആമേൻ, അവിടെ മുതൽ ആമേൻ പുസ്തകത്തിൻ്റെ അവസാനം വരെയും സറാഫുകളും ആമേൻ കെരൂബുകളും ആമേൻ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ആമേൻ ആ കെരൂബുകളുടെ ആമേൻ മുകളിൽ വസിക്കുന്നവനായ ദൈവത്തെയാണ് നാം ഇന്ന് ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്നത്. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനായ ഒരു ദൈവത്തെ. അപ്പോൾ നമ്മുടെ ദൈവം എവിടാ വസിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്കൊരു ഉത്തരം പറയാൻ സാധിക്കും. എവിടാ? സ്വർഗത്തിൽ കെരൂബുകളുടെ ആമേൻ മീതെ വസിക്കുന്ന നമ്മുടെ ദൈവം. ആ ദൈവത്തെയാണ് നാം ആരാധിപ്പാൻ തക്കവണ്ണം കടന്നു വന്നത്. ആ ദൈവത്തെയാണ് നാം ആശ്രയിക്കുന്നത്. ആമേൻ, നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ ദൈവം നമ്മെ ഒരു നാളും കൈവിടത്തില്ല, നമ്മൾ ഒരു നാളും ഉപേക്ഷിക്കത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. നോക്കുക, അതിൻ്റെ ആദ്യ വേദഭാഗത്തിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, ആട്ടിൻ കൂട്ടത്തെ പോലെ ദൈവം എങ്ങനെയാ നമ്മെ നടത്തുന്നത്? നമ്മെ ദൈവം എങ്ങനെയാ നടത്തുന്നത്? ആട്ടിൻ കൂട്ടത്തെ പോലെ. ആട്ടിൻ കൂട്ടത്തിന് ചില പ്രത്യേകതകളുണ്ട്, നമുക്കെല്ലാം അറിയാം. ഓരോ ആട് ആമേൻ കൂട്ടത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്ത് മറ്റുള്ള ആടുകളും കൂടെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ആമേൻ, ഒന്ന് തെറ്റിയാൽ അതിൻ്റെ പുറകെ എല്ലാം തെറ്റിപ്പോവും. ദൈവത്തിന് സ്തോത്രം. ആട്ടിൻ കൂട്ടത്തെ പോലെ ആമേൻ ഒരിടയൻ ഒരാട്ടിൻ കൂട്ടത്തെ എപ്രകാരം കാവൽ ചെയ്ത് സൂക്ഷിക്കുന്നുവോ അപ്രകാരം നടത്തുന്നൊരു ദൈവമാ നമ്മെയും നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും നിലയിൽ ആടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ എണ്ണ വെച്ച് കെട്ടി മുറിവുകളെ എല്ലാം നീക്കി അതിനെ ആമെ പോഷിപ്പിച്ച് അതിനാവശ്യമുള്ള ആഹാരങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ കൊടുത്ത് പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആശ്രയിക്കുന്നത്. ആമേൻ. നമുക്കെല്ലാവർക്കും കാണാതറിയുന്ന ഒരു വേദഭാഗമാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആമേൻ. ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയൻ ആരാണ്? യഹോവയാണ് ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യോസെഫിനെ പോലെ എന്നൊരു പദം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ് യോസെഫിനെ പോലെ എന്നുള്ളൊരു പദം അവിടെ എടുത്തു പറയാൻ കാരണം? നമുക്കൊന്ന് വേഗത്തിൽ വരാം. ജനസിസ് 39:2. യഹോവ യോസെഫിനോട് കൂടെ ഇരുന്നത് കൊണ്ടവൻ കൃതാർത്ഥനായി. യോസെഫിനെ പോലെ. അപ്പോൾ യോസെഫിനെ പോലെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യഹോവ ആമേ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളോട് കൂടെ ആരുണ്ട്? ആരുണ്ട്? യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. 5-ാമത്തെ വേദഭാഗം, അതിൻ്റെ താഴെ 39 5-ാമത്തെ വേദഭാഗം ഒന്ന് എടുത്തിട്ടാട്ടെ. യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് കൊണ്ട് യഹോവ യോസെഫ് നിമിത്തം ആ മിസ്രയീം വീടിനെ അനുഗ്രഹിച്ചു. അപ്പൊ യോസെഫിന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ യോസെഫ് ഇരിക്കുന്ന ഭവനത്തെ ദൈവം അനുഗ്രഹിക്കും. പ്രിയമുള്ള ജോസഫേ, നീ ഇരിക്കുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും. കാരണം യഹോവ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആ അധ്യായത്തിൻ്റെ 39 അവസാനത്തെ ഒരു 3 വാക്യങ്ങളൊന്നും എടുത്തിട്ടാട്ടെ. അവസാനത്തെ 3 വാക്യങ്ങൾ എനിക്ക് തോന്നുന്നു 20 സംതിങ് ആണ്, 21 ആണെന്ന് തോന്നുന്നു. യെസ്. യഹോവ ജോസെഫിനോട് കൂടെ
ഇരുന്നു. അതെ, അപ്പൊ യഹോവ ജോസഫിനോട് കൂടെയുണ്ട്. അവൻ കൃതാർത്ഥനായി. യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു. നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. നാം നടക്കുമ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. നാം ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. നോക്കുക, യോസഫ് ഇരിക്കുന്ന അവസ്ഥ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയാണ്, ബന്ധനത്തിൻ്റെ അവസ്ഥയാണ്. ആ ബന്ധനത്തിൻ്റെ അവസ്ഥയിലും അവനോട് ദയ തോന്നത്തക്കവണ്ണം ദൈവം അവന് കൃപ നൽകി. ആമേൻ. ബന്ധനത്തെ പൊട്ടിച്ചു കളഞ്ഞ് കൃപ നൽകി. ഇരിക്കുന്ന അവസ്ഥ ദൈവ സാന്നിധ്യത്തിൻ്റെ ആ വലിയ മധ്യത്തിൽ ദൈവം ഇരുത്തി. ദൈവം നമ്മെ വഴി നടത്തും. താഴത്തൊരു വാക്യം 22. കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തി കൊണ്ടൊക്കെയും അവൻ അവർക്ക് വിചാരകനായിരുന്നു. നോക്കുക, പിന്നീട് ഒരു പൊസിഷൻ കൊടുത്തു, ഒരു പ്രൊമോഷൻ കൊടുത്തു. അപ്പൊ ദൈവം കൂടെ ഇരിക്കുമ്പോൾ എന്ത് ലഭിക്കുന്നു? ഒരു പ്രൊമോഷൻ ലഭിക്കുന്നു. ദൈവം കൃപ നൽകുന്നു. ആമേൻ. ദൈവം കൂടെ ഇരിക്കുന്നു. ദൈവം അവിടെ പ്രൊമോഷനും കൂടെ കൊടുക്കുന്നു. ആമേൻ. ഏറ്റെടുത്താട്ടെ. ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു ചലനം ദൈവത്തിന് നൽകി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈ വചനത്താൽ. ഒരു വചനം കൂടെ അതിൻ്റെ താഴെ, യഹോവ അവനോട് കൂടെ ഇരുന്നു. അവൻ ചെയ്തതൊക്കെയും സഫലമാകുക കൊണ്ട് അവൻ്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. പൂർണ്ണ അധികാരം കൊടുപ്പാൻ തക്കവണ്ണം സംഗതി വന്നു. അധികാരം കൂടി ദൈവം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവം കൂടെ ഇരുന്നു. ആമേൻ. ദൈവം പ്രവർത്തിച്ചു. ദൈവം അധികാരം കൂടി കൊടുത്തു. പ്രിയമുള്ളവരെ, ആമേൻ. പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള ഒരു അധികാരം നമുക്ക് ലഭിച്ചതുപോലെ, ആമേൻ, അധികാരം കൂടെ കൊടുത്താണ് ദൈവം അവിടെ അനുഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ആ സങ്കീർത്തനത്തിൻ്റെ ഫസ്റ്റ് ആമേൻ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ആമേൻ, യോസേഫിനെ പോലെ, ആമേൻ, സ്തോത്രം, ആട്ടിൻകൂട്ടങ്ങളെ പോലെ യോസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളോവേ ചെവിക്കൊള്ളണമേ എന്നവിടെ പറഞ്ഞത്. ആമേൻ. ദൈവം ചെവിക്കൊള്ളുന്ന ദൈവമാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. അപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആമേൻ ദൈവം ചെവിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തന്ന് നമ്മെ നടത്തുവാൻ തക്കവണ്ണം ഈ വചനത്താൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദിവസം ഇരിക്കുന്നു. ദൈവം നമ്മെ